നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നോക്കൂ, എന്ത് ടേസ്റ്റാണ്. എണ്ണയൊക്കെ ഇറങ്ങി വന്ന് കുറച്ച് നെയ്യും ഇതൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുകൊണ്ട് കേട്ടോ. ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് വന്നിട്ടുള്ളത് നല്ല വിറകടുപ്പിൽ ചോറും ബീഫ് വരട്ടിയും വെക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്ക് വിറകടുപ്പിൽ മൺചട്ടിയിൽ നല്ല നാടൻ രീതിയിൽ ബീഫ് വരട്ടിയതും ചോറും ഒക്കെ വെക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും ഒരു ഇമോജി ആയിട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് അതിലോട്ട് അരിയിട്ട് കൊടുക്കാം. ബീഫ് വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അടുപ്പത്ത് നമുക്ക് ആദ്യം ചോറ് വെക്കാം. അപ്പോൾ അതിലോട്ട് ഞാൻ വെള്ളം ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും ഞാൻ അരി കഴുകിയിട്ടിട്ടുണ്ട്. അരി വേകുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് നോക്കി വെക്കാം. നമുക്ക് മൺചട്ടിക്ക് ഇനി ഈ ബീഫൊന്ന് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ വേവിക്കാത്തവരൊന്നും ചെയ്ത് നോക്കൊണ്ട്. അടുപ്പത്ത് നല്ല ടേസ്റ്റാവും കേട്ടോ. ആ ചെറിയ തീയിലിങ്ങനെ കടന്ന് വെന്താവും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കാം. ഇതാ ബീഫ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടോ. ഇതപ്പുറത്ത് ചോറും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 2 അടുപ്പുകൾ കത്തിച്ചു. ഇത് ആദ്യം ബീഫ് ഞാൻ എന്ത് ചെയ്യാറിയോ, കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. ഒരു പകുതി വേവാക്കി വെക്കും. എന്നിട്ടുള്ളൂ മസാലപ്പൊടികളൊക്കെ ഇടാറ്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് കിടന്ന് വേവട്ടെ. അതിന് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കാം. കുരുമുളക് ചതക്കാം. ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മസാലകളൊക്കെയാണ് കേട്ടോ അതിലിടാൻ പോണത്. കുറച്ച് മുളകും പൊടി, മല്ലിപ്പൊടി, ഇത് മല്ലിപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടിച്ചത്, ചെറിയ ജീരകം ചതച്ചത്, ഉലുവ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 ചെറുള്ളി ഇട്ടിട്ടുണ്ട്, ഗരം മസാല. ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഇറച്ചി ഒന്ന് വെന്തതിന് ശേഷം ഒരു പകുതി വെന്തതിന് ശേഷം അതിലിട്ട് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ വിറകടുപ്പിൽ മൺചട്ടിയിൽ വെച്ചാൽ. ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട് ബീഫ്. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്തായി നോക്കാം. നമ്മൾ ബീഫ് വരട്ടിയത് ഇത് അടുപ്പത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കണം. ഒരു ചെറിയ കൊട്ട് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. മസാലപ്പൊടിയൊക്കെ അതിന് മതി, നേരത്തെ തന്നെ. ഒന്നുകൂടി തിളച്ചാൽ ഇനി ഇങ്ങനെ കിടന്ന് പോകട്ടെ. 3/4 വേവായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കറിവേപ്പില ഇട്ടിട്ട് വാങ്ങി വെക്കാം. ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ അതെങ്ങനെ വാർത്ത് വെക്കാറ്, പിന്നെ അടിയിലൊരു കുടുക്ക വെക്കും അലുമിനിയത്തിൻ്റെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വാർത്ത് വെക്കുക. നിങ്ങളൊക്കെ എങ്ങനെയാണോ ചെയ്യാറ്? കമൻ്റ് ഇടുകൊണ്ട്. ഇങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഓരോന്നായിട്ട് ഊറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റയടിക്ക് തന്നെ ചോറ് വാർത്ത്. പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തെ ഇട്ട് നോക്കിയാൽ ചെറിയ ചൂടും ഉണ്ടാകും. അങ്ങനെ ചോറ് റെഡിയായി. ഇനി നമ്മളെ ബീഫ് റെഡി ആവട്ടെ. നമ്മുടെ ബീഫ് ചെറിയ തീയിലങ്ങനെ കിടന്ന് വേവുണ്ട്. എന്തായി നോക്കാം. വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് വരട്ട് മക്കളെ. കുരുമുളകും ചെറിയ ജീരകമൊക്കെ ഇട്ട്
മൺകുടുക്കിയിൽ അടുപ്പത്ത് വെച്ച ബീഫ്. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ട്. അപ്പോൾ നമ്മുടെ ചോറും ബീഫും കയ്പ്പക്ക ഉപ്പേരിയും പപ്പടവും റെഡി ആയിട്ടുണ്ട്. ഇനി കോറദോശയും കൂടി ചൂടാണ്ട്. ഞാനല്ലേ കോറപ്പം ചുടുമ്പോൾ പിന്നെ കോറപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് ഉപ്പും പൊടി ഇട്ടിട്ട് ചൂടുക. സാധാ നമ്മൾ കലക്കി പറഞ്ഞ ദോശയൊക്കെ ചൂടൂലേ അതേപോലെ. അപ്പോൾ അതിനകത്തോട്ട് എന്ത് ചെയ്യും, കുറച്ച് മുരിങ്ങേൻ്റെ ഇല കഴുകിയിട്ട് ഇട്ട് കൊടുക്കും. അത് ഊരിയിട്ട് ഇട്ട് കൊടുക്കും. ഇന്നെന്താ പറയുക, ഹെൽത്തിയാണ്. കാരണം കോറന് നല്ലതാണ്. കോറ ദോശ കഴിക്കണത് അരി ഭക്ഷണം എപ്പോഴും കഴിക്കണത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ കോറ ദോശയും കഴിക്കും. എന്നാൽ പിന്നെ കോറയാണെങ്കിൽ ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്. പിന്നെ മുരിങ്ങൻ്റെ ഇലേൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കലക്കി ചുടുമ്പോൾ ദോശയിലൂടെ നമുക്ക് മുരിങ്ങൻ്റെ ഇലയും വയറ്റിപ്പെടും. അങ്ങനെ ഇതാ കണ്ടില്ല, ഇങ്ങനെ ഇരിക്കും. മുരിങ്ങൻ്റെ ഇലയും ഇതൊക്കെ മിക്സ് ചെയ്യുക. എന്നിട്ട് സാധാ നമ്മൾ നീർദോശയൊക്കെ ചുടുന്ന പോലെ ചട്ടിയിൽ ചുട്ടെടുക്കുക. ഇതെങ്ങനെ ഉണ്ടാവുക, കോറദോശ ചുട്ട് കഴിഞ്ഞാൽ ഇതാ മുരിങ്ങേൻ്റെ ഇല ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നോക്കൂ, എന്ത് ടേസ്റ്റായ എണ്ണയൊക്കെ ഇറങ്ങി വന്ന് കുറച്ച് നെയ്യും ഇതൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ഒന്ന് തരണേ.